മേഘാലയത്തിലും നാഗാലാൻഡിലും ത്രിപുരയിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി വൻ നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ്. ഈ നേട്ടത്തിൻ്റെ അത്യാഹ്ലാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തെക്കുറിച്ചുള്ള തൻ്റെ സ്വപ്നം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മോദിയുടെ ആ സ്വപ്നം നടക്കുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ കാര്യകാരണ സഹിതമുള്ള വിശകലനങ്ങളുമായി ന്യൂസ് കാൻ ഈ ആഴ്ച ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. മേഘാലയത്തിലും നാഗാലാൻഡിലും BJP സർക്കാരുണ്ടാക്കിയതുപോലെ കേരളത്തിലും സർക്കാരുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ BJPയെ ഭയക്കുന്നില്ലത്രേ. ക്രിസ്ത്യൻ സഹോദരങ്ങളും BJPക്ക് ഒപ്പം നിന്നു. അപ്പോൾ പിന്നെ കേരളത്തിലും BJPക്ക് പ്രതീക്ഷയേറുകയാണ്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മരുന്നിനുണ്ടായിരുന്ന ഒരു സീറ്റ് കൂടെ നഷ്ടപ്പെടുത്തിയപ്പോൾ BJPക്ക് കേരളത്തിൽ ഭാവിയില്ല എന്ന് ഏവരും ധരിച്ചിരിക്കുകയാണ്. നിലവിൽ BJPക്ക് മൊത്തത്തിൽ വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഒരു നിയമസഭാ സീറ്റിലോ ലോക്സഭാ സീറ്റിലോ പോലും ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിച്ചെടുക്കാനുള്ള പാങ്ങായിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം ആർജിക്കുവാൻ ഇനിയും അവർക്കായിട്ടില്ല എന്നുള്ളതാണ്. BJP എന്ന് കേൾക്കുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഉള്ളിൽ തെളിയുന്ന ഒരു ചിത്രം കാക്കി നിക്കറും കുറുവടിയും പിടിച്ച് പരേഡ് നടത്തുന്ന RSSന്റെ മുഖമാണ്. അതൊരു പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ ഉള്ളിൽ ഭീതി ജനിക്കുവാൻ കാരണമായിട്ടുണ്ടാകും. എന്നാൽ സ്വന്തം രാജ്യത്തെ സ്വന്തം അമ്മയെപ്പോലെ കരുതി സ്നേഹിക്കുന്ന സ്വാത്വികരായ ഒരു കൂട്ടം മനുഷ്യരുടെ നേതൃത്വമാണ് RSSനെ നയിക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ ഇനിയും അവർക്കായിട്ടില്ല. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിലെ നേതൃത്വത്തിലാകട്ടെ രാജഗോപാലിൻ്റെയോ കുറഞ്ഞത് ശ്രീധരൻ പിള്ളയുടേതെങ്കിലുമോ അത്ര സൗമ്യവും കാര്യവിവരവുമുള്ള നേതാക്കന്മാരുടെ അഭാവം വലിയ ഒരളവ് വരെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു സത്യമാണ്. അഹങ്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ വാക്കുകളും ശരീരഭാഷയുമുള്ള നേതൃത്വ നിര BJPയെ നിഷ്പക്ഷരായ സാധാരണക്കാരിൽ നിന്ന് അകറ്റുവാൻ കാരണമായിട്ടുണ്ട്. ഈ നേതൃത്വ നിര പലയിടങ്ങളിലും വോട്ട് മറിച്ചു കൊടുത്ത് സ്വന്തം സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുകയും അങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുകയും ചെയ്യുന്ന സംഭവങ്ങളും ധാരാളമായി ഉണ്ടാകുന്നുവെന്നുള്ള ആരോപണം പലപ്പോഴും BJPക്കാർ തന്നെ ഉന്നയിക്കുമ്പോൾ ഈ പാർട്ടി എങ്ങനെ കേരളത്തിൽ കാലുറപ്പിക്കും? ഒപ്പം കേരളത്തിൽ ഒരു മുഖവും കേരളത്തിന് പുറത്ത് ക്രൈസ്തവ ന്യൂനപക്ഷത്തെ കടന്നാക്രമിക്കുന്ന മറ്റൊരു മുഖവും ജനം ലൈവായി തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ഇവരെ ജനങ്ങൾ വിശ്വസിക്കും? വിദ്യാഭ്യാസ രംഗത്ത് ഉദാത്തമായ പുരോഗതി കൈവരിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനമായ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ വായ്ത്താരികൾ കൊണ്ട് വളയ്ക്കാനാകത്തില്ല. മറിച്ച് ഉറച്ച നടപടികൾ തന്നെ വേണ്ടിവരും. നോർത്ത് ഇന്ത്യയിൽ സംഘപരിവാറും ബജറംഗ് ദളും അടക്കം മത തീവ്രവാദ നിലപാടുള്ള BJP അനുബന്ധ സംഘടനകൾ തുടർച്ചയായി ക്രൈസ്തവ സമൂഹത്തെ ആക്രമിക്കുന്ന നിലപാടുകളാണ് കൈക്കൊള്ളുന്നത്. ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് നേരെയും ഒടുവിൽ ഗുജറാത്തിലെ സെൻറ് മേരീസ് സ്കൂളിനു നേരെയും സംഘപരിവാർ അനുകൂല സംഘടനകൾ അപലപനീയമായ അക്രമങ്ങളാണ് നടത്തിയത്. കൂടാതെ ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉയർത്തിക്കാട്ടി ക്രൈസ്തവ സന്നദ്ധ സംഘടനകളെയും നേതാക്കന്മാരെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരം നടപടികളും വർദ്ധിച്ചു വരികയാണ്. ഇതിൽ ക്രൈസ്തവ സമൂഹത്തിന് കടുത്ത അതൃപ്തിയാണുള്ളത്. അധികാരത്തിൻ്റെ പേരിൽ ആളും തരവും നോക്കാതെ ക്രൈസ്തവർക്ക് നേരെ കുതിര കയറുന്ന BJP അനുകൂലികളുടെ നടപടികൾ തിരുത്തിയില്ലെങ്കിൽ കേരളത്തിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ BJPക്ക് കഴിയില്ല എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. പ്രധാനമന്ത്രിയുടെ കേരളത്തെക്കുറിച്ചുള്ള സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ
ഈ കാര്യങ്ങളിലെല്ലാം ഒരു തിരുത്തൽ ആവശ്യമാണ്. LDFനെയും UDFനെയും മടുത്ത ജനം ഒടുവിൽ BJPയെ ആശ്ലേഷിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിന് കേരളത്തിലെ ജനത്തിൻ്റെ വിശ്വാസം നേടണം. എന്നാൽ ഇപ്പോഴുള്ള കേരളത്തിലെ നേതൃത്വ നിരക്ക് അത് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. മുൻപില്ലാത്ത വിധത്തിൽ ഭാരതത്തിൽ ക്രൈസ്തവ സമൂഹത്തിനും അവരുടെ സ്ഥാപനങ്ങൾക്കുമെതിരെ നടക്കുന്ന അധിനിവേശങ്ങളും അതിക്രമങ്ങളും തുടരുന്ന സാഹചര്യത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കത്തോലിക്ക സഭയുടെ നിലപാടുകൾ എന്തായിരിക്കുമെന്നുള്ള കൃത്യമായ സൂചനകൾ നൽകിയിരിക്കുകയാണ് ബംഗളൂരു അതിരൂപത ആർച്ച് ബിഷപ്പ് റവറൻ പീറ്റർ മച്ചാഡോ. സാധാരണയായിട്ടുള്ള സമീപനങ്ങൾക്കപ്പുറത്ത് കർണാടക സർക്കാരിനെ കടന്നാക്രമിച്ച ബിഷപ്പ് ശക്തമായ വിമർശനങ്ങളും താത്വികമായ നിലപാടുകളുമാണ് നിരത്തിയത്. 75%, and for the 75% they have told them to bring the Bible because this is a Christian school and they may not be teaching Bible during the school hours, but before the school, after the classes, they will teach the Bible because it's a Christian school. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവായ്ക്ക് ബംഗളൂരുവിലെ വിശ്വാസി സമൂഹം നൽകിയ സ്വീകരണ ചടങ്ങിലാണ് ബംഗളൂരു രൂപത ആർച്ച് ബിഷപ്പ് സർക്കാരിനെതിരെ ശക്തമായ പരാമർശങ്ങൾ നടത്തിയത്. ദളിതർക്കും പാവപ്പെട്ടവർക്കും സൗജന്യ വിദ്യാഭ്യാസവും വൈദ്യസഹായവും നൽകിയതിൻ്റെ പേരിൽ തനിക്കെതിരെ മതപരിവർത്തനത്തിന് കേസെടുക്കാനാണ് ഭരണകൂടത്തിൻ്റെ ഭാവമെങ്കിൽ അറസ്റ്റ് പേടിച്ച് മൂലയിൽ ഒതുങ്ങത്തില്ലെന്നും താൻ ഇനിയും അത് തുടരുമെന്നും ബിഷപ്പ് പീറ്റർ മച്ചാഡോ തുറന്നു പറഞ്ഞു. ബംഗളൂരു ക്ലാരൻസ് സ്കൂളിൽ ബൈബിൾ നിർബന്ധമാക്കി എന്നുള്ള തരത്തിൽ തീവ്ര ഹിന്ദു സംഘടനകൾ ഉന്നയിച്ച ആരോപണങ്ങളും അദ്ദേഹം കടുത്ത വിമർശനത്തോടെ തള്ളിക്കളഞ്ഞു. സ്കൂളിലെ ബൈബിളിന്റെ കണക്കെടുക്കാൻ വരുന്ന ഉദ്യോഗസ്ഥർ എത്ര കുട്ടികൾ ക്രിസ്തുമതത്തിലേക്ക് കൺവെർട്ട് ചെയ്തെന്ന് കൂടി പറയണമെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ടു. ഭരണഘടനയുടെ 19 മുതൽ 25 വരെയുള്ള വകുപ്പുകളിൽ ഇന്ത്യൻ പൗരന്റെ മൗലികവും മതപരവുമായ അവകാശങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ക്രൈസ്തവ സമൂഹം രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. എന്നാൽ ചില തീവ്രവാദ ശക്തികൾ ദേശീയതയ്ക്ക് വിരുദ്ധമായി നടത്തുന്ന ആസൂത്രിതമായ വ്യാജ പ്രചരണങ്ങളുടെയും ക്യാമ്പയിനിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് BJPയും അനുബന്ധ സംഘടനകളും ക്രൈസ്തവ സമൂഹത്തിനെതിരെ പലപ്പോഴും തിരിയുന്നത്. ബിഷപ്പ് പറഞ്ഞതുപോലെ അതിന് ഒരു അടിസ്ഥാനവും ഉണ്ടായിരിക്കുകയില്ല. ആരോപണങ്ങൾ തെളിയിക്കാൻ വെല്ലുവിളിച്ചാൽ ആവേശം കയറി ക്രൈസ്തവരുടെ നേരെ വരുന്ന ഒരുവനും അതിനുള്ള ത്രാണിയും ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉത്തർപ്രദേശിൽ മലയാളിയായ പാസ്റ്ററെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്തത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത മതപരിവർത്തനമെന്ന വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ്. ക്രൈസ്തവ സമൂഹത്തിന് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ വാടകയ്ക്ക് ഒരു ഹാളെടുത്ത് മതപ്രചരണം നടത്തി ആളുകളെ മതപരിവർത്തനത്തിലേക്ക് നടത്തിയെന്ന പരാതിയെ തുടർന്നാണ് ഗാസിയാബാദ് ഇന്ദിരാപുരത്തെ വീട്ടിലെത്തി പോലീസ് പാസ്റ്റർ സന്തോഷ് ജോണിനെയും ഭാര്യ ജിജിയെയും അറസ്റ്റ് ചെയ്തത്. UPയിൽ നിലനിൽക്കുന്ന മതപരിവർത്തന നിരോധന നിയമപ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കുറ്റം തെളിഞ്ഞാൽ 1 വർഷം മുതൽ 5 വർഷം വരെ ജയിലിൽ കഴിയേണ്ടി വരും. നിഷ്പക്ഷമായ അന്വേഷണവും നിലപാടും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്നാണ് ആരോപണം. വിവിധ ക്രൈസ്തവ സംഘടനകൾ പോലീസ് നടപടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ രാജ്യമൊട്ടുക്കും ചർച്ച ചെയ്യത്തക്ക നിലയിൽ ഇത് ശ്രദ്ധേയമായത് കോൺഗ്രസ് നേതാവും MP-യുമായ ശശി തരൂരിന്റെ ട്വീറ്റിനെ തുടർന്നായിരുന്നു. ഇത്തരം അറസ്റ്റുകൾ ആവർത്തിക്കുന്നത് രാജ്യത്തിന് തന്നെ നാണക്കേടാണെന്ന് തരൂർ വ്യക്തമാക്കുകയുണ്ടായി. ക്രിസ്തുമതം സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും ഒരു വീട് പണിയാൻ
25 സ്ക്വയർ മീറ്റർ പ്ലോട്ടും ദമ്പതികൾ വാഗ്ദാനം ചെയ്തെന്നാണ് പരാതി നൽകിയവരുടെ ആരോപണമെങ്കിലും അത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇവർ ബൈബിൾ പ്രഭാഷണങ്ങൾ നടത്തുമെങ്കിലും ആരെയും മതപരിവർത്തനത്തിന് നിർബന്ധിക്കാറില്ലെന്നും അയൽവാസികൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭാരതം എല്ലാ മേഖലകളിലും ഒരു വികസിത രാജ്യമാകുവാൻ കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ മതങ്ങളുടെ പേരിൽ രാജ്യം പ്രാകൃത യുഗത്തിലാണ് ഇന്നും തുടരുന്നത് എന്നുള്ള ഇമേജ് വിദേശ രാജ്യക്കാരുടെ മുമ്പിൽ ഇന്ത്യക്കാർക്ക് അവമതിപ്പുളവാക്കുന്നതാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കുന്ന മതാനുഷ്ഠാനങ്ങളെ പിന്തുടരാനും അത് പ്രചരിപ്പിക്കുന്നതിനും ഭരണഘടന നൽകുന്ന അവകാശത്തെ നിർബന്ധിത മതപരിവർത്തനമായി അവതരിപ്പിച്ച് ക്രൈസ്തവ വിഭാഗത്തെ പീഡിപ്പിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇത് അവസാനിപ്പിച്ചേ മതിയാവും. ഒരു കാലത്ത് നിയമസഭയിൽ കത്തിക്കയറി എതിരാളികളെ നിഷ്പ്രഭമാക്കിയിരുന്ന കോൺഗ്രസ് നേതാവ് പി.ടി. തോമസിനെ പോലെ തന്നെ ഇരുവശത്ത് മൂർച്ചയുള്ള അസ്ത്രങ്ങളും വസ്തുനിഷ്ഠമായ തെളിവുകളുമായി എഴുന്നേൽക്കുന്ന മാത്യു കുഴൽനാടൻ എന്ന പ്രതിപക്ഷത്തെ ശക്തനായ MLA ഭരണപക്ഷത്തിന്, വിശേഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് കടുത്ത പേടി സ്വപ്നമായി മാറുകയാണ്. സ്വർണ്ണക്കടത്ത് കേസ് കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലത്ത് പിണറായിയുടെ പുത്രി വീണയുടെ മെന്ററാണ് ജയ്ക്ക് ബാലഗോപാൽ എന്ന് കാട്ടി നിയമസഭയിൽ കത്തിക്കയറി ഭരണപക്ഷത്തെ വിറപ്പിച്ച കുഴൽനാടനെ പിണറായിക്കും ഭരണപക്ഷത്തിനുമൊപ്പം കേരളത്തിലെ ഒരു മനുഷ്യനും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴിതാ വീണ്ടും മാത്യു കുഴൽനാടന്റെ വിശ്വരൂപം കണ്ട് പിണറായിയുടെ സപ്തനാടികളും തളർന്നു പോയിരിക്കുകയാണ്. ഇന്ന് ജയിലിൽ കിടക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അടുത്ത വാട്സ്ആപ്പ് മെസ്സേജ് ആണ്, യു കോൾ രവീന്ദ്രൻ. യു കോൾ രവീന്ദ്രൻ. രവീന്ദ്രൻ ആരാണ്? രവീന്ദ്രൻ അങ്ങയുടെ ഇടതുവശത്ത് നിൽക്കുന്നയാൾ, അങ്ങയുടെ വലതുവശത്ത് നിൽക്കുന്നയാൾ ഇന്ന് ജയിലിലാണ്. അങ്ങയുടെ ഇടതും വലതും നിന്നവർ അറിയാതെയാണ് ഇടപാട് നടന്നതെന്ന് പറയാൻ കഴിയോ? അല്ലെങ്കിൽ ഇത് നിഷേധിക്കാനുള്ള തന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാവണം. റിമാൻഡ് റിപ്പോർട്ടിൽ പറയുകയാണ്, മീറ്റിംഗ് വിത്ത് CM കോൺസൽ ജനറൽ ശിവശങ്കർ സ്വപ്ന അറ്റ് ക്ലിഫ് ഹൗസ്. വെദർ യു ഹാവ് ഗോട്ട് ദ കറേജ് ടു ഡിനൈ ദിസ്. ഇത് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയോ? നിയമസഭയെ പിടിച്ചുകുലുക്കിയ ഈ അടിയന്തര പ്രമേയത്തിലൂടെ കുഴൽനാടൻ ലക്ഷ്യം വെച്ചത് കൃത്യമായി പിണറായിയെ തന്നെയായിരുന്നു. അങ്ങനെ ശിവശങ്കറിലൂടെ CM രവീന്ദ്രനെ ലക്ഷ്യം വെച്ച് നീങ്ങിയ കുഴൽനാടന്റെ നീക്കം അമ്പേ ആപൽക്കരമാണെന്ന് തിരിച്ചറിഞ്ഞ ഭരണപക്ഷി അംഗങ്ങൾ നിയമസഭയെ തടസ്സപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന്റെ തുടക്കത്തിലെ പരാമർശങ്ങൾ കേട്ട് ആകെ ആടി ഉലഞ്ഞ രാജാവ് പരവശനാകുന്നത് കണ്ട ഭരണപക്ഷത്തിന് അതേ കഴിയുമായിരുന്നുള്ളൂ. അല്ലെങ്കിൽ കുഴൽനാടൻ രവീന്ദ്രന്റെ അമ്മിഞ്ഞപ്പാല് കൂടിയുടേതടക്കം എല്ലാം എടുത്ത് പുറത്തോട്ടിടുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. ജീവിതം ഒന്നേയുള്ളൂ, അത് അന്തസ്സായി ജീവിക്കണമെന്നുള്ള ചാട്ടുളി മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ട് പിണറായിയെ എടുത്തിട്ട് അലക്കിയ കുഴൽനാടൻ കമ്മ്യൂണിസ്റ്റ് രാജാവിനെ വെല്ലുവിളിച്ചപ്പോൾ സഹികെട്ട പിണറായി സ്പീക്കറുടെ അനുമതി പോലും കാക്കാതെ ചാടി എഴുന്നേറ്റ് ആരോപണങ്ങൾ നിഷേധിക്കുകയുണ്ടായി. സർ, പച്ച കള്ളമാണത്. എന്നെ കണ്ടിട്ടുമില്ല, ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. ആ ഭാഗം ക്ലിയറായി. അവിടെ ഇരിക്ക്. ഞാൻ അങ്ങോട്ട് പറയുന്നു, അവിടെ ഇരിക്കണം. റിപ്പോർട്ടിനെതിരെ പ്ലീസ് അവിടെ ഇരിക്കണം. തയ്യാറാകണം. കോടതിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ അടിസ്ഥാനരഹിതമായ തെറ്റായ ഒരു കാര്യം ഇഡി ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് കോടതിയെ സമീപിക്കണം. ഞങ്ങൾ UDF എന്നോട് അദ്ദേഹം ചോദിച്ചു നിഷേധിക്കുന്നുണ്ടോ എന്ന്. അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. അദ്ദേഹം ആ കൊടുത്ത ഏജൻസിയുടെ വക്കീലായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളതെങ്കിൽ അത് ആ രീതിയിൽ പറഞ്ഞോളൂ. പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു. എന്നോട് ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഈ വാക്പയറ്റ് മുൻപോട്ട് കൊണ്ടുപോയാൽ ഒടുവിൽ തോറ്റമ്പുവെന്ന് മനസ്സിലാക്കിയ ഭരണപക്ഷം സഭയെ ആകെ അലങ്കോലമാക്കി പൊന്നുതമ്പരാനെ രക്ഷിച്ചെടുത്തു. ഏതായാലും MP രാജേഷിന് ശേഷം സ്പീക്കർ കസേരയിലെത്തിയ സഖാവ് ശംസീർ താൻ ഇരിക്കുന്ന കസേരയുടെ മഹത്വം തെളിയിച്ചുകൊണ്ട് ഇരുപക്ഷത്തിൻ്റെയും അവകാശങ്ങൾ കൃത്യമായി തന്നെ സംരക്ഷിച്ച് നടത്തിയ നടപടിക്രമങ്ങളും ഏറെ ശ്രദ്ധേയമായിരുന്നു.
മുഖ്യമന്ത്രിയുടെ ഉറക്കം കെടുത്തിയ മാത്യു കുഴൽനാടനെതിരെ നിയമസഭയ്ക്ക് പുറത്ത് ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് കേരളത്തിലെ ജനങ്ങൾ കരുതി. ആ കരുതലിനെ അച്ചട്ടായി ഉറപ്പിച്ചുകൊണ്ട് മാത്യു കുഴൽനാടനെതിരെ അനധികൃതമായി മണ്ണ് കടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് കേസെടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞ് പിറ്റേ ദിവസത്തെ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തു. പക അത് വീട്ടാനുള്ളതാണ് എന്ന ഒരു സിനിമാ ക്യാപ്ഷനെ ഓർമ്മിപ്പിക്കുന്നതാണ് സഖാക്കളുടെ നയം. അതിങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെയൊക്കെ കൂടിയ രൂപത്തിൽ കുഴൽനാടനെതിരെ ചീറിപ്പാഞ്ഞ് ഒരു ടിപ്പർ ലോറി കടന്നു വരാനുള്ള സാധ്യതയും ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 10 മാസങ്ങൾ കൊണ്ട് സംസ്ഥാനത്ത് 1.5 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയെന്നും 2 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകിയെന്നുമുള്ള ഞെട്ടിക്കുന്ന വസ്തുതകളാണ് സർക്കാർ കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിയിലൂടെ വെളിപ്പെടുത്തിയത്. ഏഷ്യാനെറ്റ് ചാനലിന്റെ പതിവ് അന്തിച്ചർച്ചയിൽ സാന്ദർഭികമായ ഈ വിഷയം വിശകലനം ചെയ്തപ്പോൾ ഇതിലെ വാസ്തവം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ രംഗത്തെത്തിയത് കിറ്റക്സ് ഉടമയും 2020 നേതാവുമായ സാബു ജേക്കബായിരുന്നു. നിക്ഷേപ സൗഹൃദം എന്ന പേരിൽ ആവേശം കൊള്ളുന്ന കേരളത്തിലെ ഭരണകൂടത്തിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ഏവർക്കും നന്നായിട്ടറിയാം. സഖാക്കൾ പ്രചരിപ്പിക്കുന്ന അങ്ങേയറ്റം കടുത്ത പച്ച കള്ളങ്ങളെ സാബു ജേക്കബ് ചർച്ചയിലിരുന്ന് പൊളിച്ചടുക്കി. ഇപ്പോൾ ഇതിലെ കണക്കുകൾ കേൾക്കുമ്പോൾ 1,21,225 സംരംഭങ്ങൾ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ആ കണക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം, നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ വിലയിടുമ്പോൾ 999 എന്നിടും. ആളുകളെ സൈക്കോളജിക്കലായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ആളുകളെ വിഡ്ഢിയാക്കാനായിട്ട് ഒരു ജനതയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു കള്ള കണക്കുണ്ടാക്കുമ്പോൾ ആ കണക്ക് വിശ്വസനീയമായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഈ 1,21,225 എന്നുള്ളൊരു നമ്പർ തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ കൂട്ടിയും കുറച്ചൊക്കെ വന്ന ആളുകൾ അതിനെപ്പറ്റി പരിശോധിച്ചപ്പോഴാണ് കണ്ടത് ഇത് 50 വർഷവും 30 വർഷവും ഒക്കെ ആയിട്ട് നടത്തുന്ന വ്യവസായ സംരംഭങ്ങളും പെട്ടിക്കടകൾ മുതൽ എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇതിനു മുമ്പ് ഇതുപോലെ ഉള്ള കണക്കുകൾ എടുത്തിരുന്നെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഈ 1 ലക്ഷമൊന്നും ഉണ്ടായില്ലെങ്കിലും 10,000-ഉം 20,000 ഒക്കെ ഉണ്ടായേനെ. ഇപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത്, ഓരോ പഞ്ചായത്തുകളിലും ഇതിനൊരാളെ ഇരുത്തിയിട്ട് അവിടെ തുടങ്ങുന്ന മുറുക്കാൻ കട മുതൽ എല്ലാവരും ലിസ്റ്റ് എടുക്കലാണത്. സാധാരണ ഇങ്ങനെയുള്ളൊരു കടയ്ക്ക് ലൈസൻസ് കൊടുക്കുന്നത് പഞ്ചായത്തുകളാണ്, അത് സംസ്ഥാനത്തിൻ്റെ കണക്കിൽ വരാറില്ല. അപ്പോൾ ഇത്തവണ അവർ വളരെ ബുദ്ധിപൂർവം ഒരു കാര്യം ചെയ്തു. ഇത് ഈ പറയുന്ന എല്ലാത്തിനും കണക്കെടുക്കാനായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും 20,000 രൂപ ശമ്പളം കൊടുത്ത ആളുകളെ ഇരുത്തി ആ കണക്കുകൾ എടുത്തി വളരെ സമർത്ഥമായിട്ട് കേരളത്തിലെ ജനങ്ങളെയും ഈ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെയും വിഡ്ഢിയാക്കുന്ന ഒരു കണക്കുകളാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ വികസനം വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള നിക്ഷേപം വന്നിരുന്നെങ്കിൽ, ഇന്ന് ശരാശരി കേരളത്തിൽ നിന്ന് 10,000 ആളുകൾ ഒരു മാസം ഈ നാട് വിടുന്നുണ്ട്. എന്തിനു ഇവർ നാട് വിടുന്നു? ഇവിടെ തൊഴിലുണ്ട്, ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ ഒരു മാസം 10,000 ആളുകൾ കേരളത്തിൽ നിന്ന് വിട്ടുകൊടുന്നത്? കേരളത്തിലെ സർക്കാരിനൊപ്പം നിന്ന് കേരളത്തെ രക്ഷിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യവസായി ഈ ജനവിരുദ്ധ സർക്കാരിൻ്റെ പീഡനങ്ങൾ കാരണം മനം മടുത്ത് നാട് വിട്ടിട്ട് ഇത്തരത്തിൽ ഒരു അഭിപ്രായം വന്നു പറയുമ്പോൾ അതിൽ പരം വ്യക്തത ഈ കാര്യത്തിൽ വേറെ ആവശ്യമുണ്ടോ? ഏതായാലും അല്പം കൂടെ നേരത്തെ കേരളം വിട്ടിരുന്നെങ്കിൽ തനിക്ക് കൂടുതൽ ലാഭമുണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് സാബു സാക്ഷ്യപ്പെടുത്തുന്നത്. വർഷങ്ങളോളം വിദേശത്ത് കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടിയ പണം കൊണ്ട് സ്വന്തം നാട്ടിൽ ഒരു സംരംഭം ആരംഭിക്കുവാൻ ശ്രമിച്ച് ഒടുവിൽ പരാജയപ്പെട്ട് പിന്മാറി
ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ആന്തൂരിലെ സാജന്റെ അവസ്ഥയ്ക്ക് കാരണക്കാരായവർ നാട് ഭരിക്കുമ്പോൾ ലാഭമൊന്നും കിട്ടിയില്ലെങ്കിലും സമാധാനമായി കഴിഞ്ഞുകൂടി പോകാനുള്ള അവസ്ഥയെങ്കിലും ഈ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചുകൊണ്ട് ന്യൂസ് കാൻ ഈ ആഴ്ച സമാപിക്കുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം